കനവു നെയ്തൊരാത്മരാഗം മിഴികളിൽ കുളിർന്നു, ഇരുളിൽ നിന്നും വഴുതി വീണു വിരഹമാർന്നൊരാതി താളം. ഇപ്പം അത്യാവശ്യം ന്യൂ ആയിട്ടുള്ള ഒരുപാട് മ്യൂസിക് ഡയറക്ടേഴ്സിന്റെ കൂടെ ഇപ്പം പാടിയിട്ടുണ്ട്. ഒരുപാട് പേർക്ക് വേണ്ടിയിട്ട് പാടാൻ എനിക്ക് പറ്റിയിട്ടില്ല. അത്യാവശ്യം കുറച്ച് പേർക്ക് പാടിയിട്ടുണ്ട്. അപ്പം ഇനി ഒരു ഡ്രീം ഉണ്ടല്ലോ നമുക്ക്, ഇനി എനിക്കൊരു ഇന്നയാളുടെ കൂടെ പാടിയാൽ കൊള്ളാമെന്നുണ്ട് എന്നുള്ളത് പറഞ്ഞ പോലെ അങ്ങനത്തെ. അങ്ങനെ ചോദിച്ചാൽ എനിക്ക് വിദ്യാജിക്ക് വേണ്ടി ഒരു പാട്ട് പാടണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്. പക്ഷെ അതെന്തെങ്കിലും നടക്കുമെന്ന് അറിയില്ല. എന്നാലും കാരണം ഞാൻ അത്ര ഇഷ്ടപ്പെടുന്ന സംഗീത സംവിധായകനാണ് വിദ്യാജി. പിന്നെ എന്താ പറയുക, ഇപ്പോഴത്തെ ഒരു കാലഘട്ടത്തിൽ നമ്മൾ കേൾക്കുന്ന പാട്ടുകൾ ഇപ്പോൾ എന്ന് പറഞ്ഞാൽ ഒരു ഹിപ്പ് ഹോപ്പ് അല്ലെങ്കിൽ റാപ്പ് ആ ഒരു ട്രെൻഡിലാണ് നമ്മുടെ മ്യൂസിക് ജോണർ കംപ്ലീറ്റ്ലി ഇപ്പം ആ ഒരു ട്രെൻഡിൽ കൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ സ്റ്റിൽ സമാധാനം ആഗ്രഹിക്കുമ്പോൾ ആളുകൾ ഇപ്പോഴും ജോൺസൺ മാഷിനെയും സാറിനൊക്കെ തന്നെയാണ് ആശ്രയിക്കുന്നത്. അപ്പോൾ എന്ന് പറഞ്ഞ പോലെയാണ് ഇപ്പം എനിക്ക് സ്വന്തമായിട്ട് ബാൻഡ് ഉണ്ട്. അപ്പോൾ എൻ്റെ ബാൻഡിലെ സോങ്സ് ഞാൻ എപ്പോഴും ചൂസ് ചെയ്യുന്ന ഇത്തരത്തിൽ ആളുകൾ വീണ്ടും കേൾക്കാൻ ഇഷ്ടപ്പെടുന്നത്. ഇപ്പം നമ്മൾ കുറേ കാലത്തിന് മുമ്പ് കേട്ടിട്ട് ചില പാട്ടുകൾ കേൾക്കുമ്പോൾ നമുക്ക് ഒരു കാലഘട്ടം തന്നെ, ഇപ്പൊ ഞാൻ വള്ളിനിക്കറൊക്കെ ഇട്ട് കിടക്കുന്ന ഒരു സമയത്ത് കേട്ട പാട്ടുകൾ, മണിമുറ്റത്താ മണിപ്പന്തൽ, ഈ പാട്ടൊക്കെ ഇപ്പോഴും കേൾക്കുമ്പോഴും ഞാൻ ആ മുറ്റത്തോട് ഓടി കിടക്കുന്നതൊക്കെ എന്റെ ഓർമ്മ വരും. കാരണം അന്ന് വീട്ടിൽ ടേപ്പ് റെക്കോർഡറിൽ ഇങ്ങനെ വെച്ച് ഈ പാട്ട് കേൾക്കുന്നത്. അപ്പൊ അങ്ങനെ നമ്മുടെ കാലഘട്ടം നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവരുന്ന പാട്ടുകൾ ഒരുപാടുണ്ട്. ഇപ്പോൾ പറഞ്ഞു വിശ്വസിക്കുമെന്ന് അറിയില്ല, എൻ്റെ ബാൻഡ് ഷോസ് കണ്ടിട്ടുള്ളവർക്ക് അറിയാൻ പറ്റും. അതായത് എൻ്റെ ബാൻഡിൽ ഞങ്ങൾ ചെയ്യുന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പാട്ടാണ് പൂവേ പൂവേ. അതിപ്പോൾ വീണ്ടും ഇപ്പോൾ ട്രെൻഡിങ്ങിൽ വന്നിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ ഈ സിനിമ ദേവദൂതം വീണ്ടും റീ റിലീസ് ചെയ്തപ്പോൾ. അപ്പോൾ ഞങ്ങൾ ഈ സാധനമൊക്കെ കോളേജിൽ പോയിട്ട് പാടി നോക്കണം. അപ്പോഴാണ് അവിടുത്തെ ഒരു കേൾക്കുമ്പോൾ തന്നെ അത് നമ്മൾ എത്ര ഏതൊക്കെ ജോണർ പാടി എന്ന് പറഞ്ഞാലും നമ്മൾ തിരിച്ച് അതിലേക്ക് തന്നെ ബാക്ക് ടു അത് വരും. ഇപ്പൊ ഈ ഇറക്കമുള്ള കൈയുള്ള ഡ്രസ്സൊക്കെ പണ്ട് ഒരു ട്രെൻഡിൽ വന്നിട്ട് പിന്നെ അത് മാറിപ്പോയി, ആളുകൾക്ക് അത് വേണ്ടായിരുന്നു. ഇപ്പൊ എല്ലാവരും ഇതിട്ട് നടക്കണം. അതിങ്ങനെ ഒരു സൈക്കിളാണ്, അതിങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുന്നത്. പാട്ട് നല്ല പാട്ടുകൾക്കൊന്നും ഒരിക്കലും ഒരു മരണമില്ല. സ്റ്റേജ് ഷോസ് ഒക്കെ ഒരുപാട് ചെയ്യുന്നില്ലേ? ആ സ്റ്റേജ് ഷോസ് ആണ് ഇപ്പൊ കൂടുതലും. സ്റ്റേജ് ഷോസ് ആണ്. ബാൻഡ് ഉണ്ട്. എവിടെയൊക്കെ പോയിട്ട് പുറത്ത് എബ്രോഡ് എവിടെയൊക്കെ പോയിട്ട് ചെയ്തിട്ടുണ്ട്? ഒരുപാടൊന്നും അങ്ങനെ പോകാൻ പറ്റിയില്ല എന്ന് വെച്ചാൽ അങ്ങനെയല്ല. ഞാൻ ഒന്നത്തെ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ സരിഗമപ്പയിൽ ഏറ്റവും നന്നായിട്ട് നിൽക്കുന്ന സമയത്താണ് കോവിഡ് വന്നത്. അപ്പോൾ എല്ലാവരും, പിന്നെ എന്നെ സംബന്ധിച്ച് ആ സമയത്ത് കുറേ റെക്കോർഡിങ്സ് ഉണ്ടായിരുന്ന കാരണം എനിക്ക് ബുദ്ധിമുട്ടുണ്ടായിട്ടില്ല. പക്ഷെ നമ്മുടെ കൂടെയുള്ള ബാക്കി ഒരു ഓൾമോസ്റ്റ് എല്ലാവർക്കും തന്നെ ബുദ്ധിമുട്ടുകളായിരുന്നു. ഞാൻ ഡിവോഷണൽ സോങ്സ് ഒക്കെ കുറേ പാടുന്നതുകൊണ്ട് ആ സമയത്ത് എനിക്ക് ബാക്ക് ടു ബാക്ക് റെക്കോർഡിങ്സ് ഉണ്ടായിരുന്നു. എല്ലാവർക്കും പക്ഷേ ബുദ്ധിമുട്ടുണ്ട്. പക്ഷേ ഈ കോവിഡ് അന്നേരം എല്ലാവരും വളരെ മെൻ്റലി സ്ട്രെസ്ഡ് ആയിട്ട് ഇരുന്നെങ്കിലും ഈ കോവിഡ് നമുക്ക് കുറച്ച് ഗുണം ചെയ്തിട്ടുണ്ട് സരിഗമപ്പയിലെ കണ്ടസ്റ്റൻസിന്. പ്രത്യേകിച്ചും മിഡിൽ ഈസ്റ്റിലുള്ള ആളുകളെല്ലാം കുടുങ്ങിപ്പോയ സമയത്ത് അവരെല്ലാവരും ബാക്ക് ടു ബാക്ക് ഇത് ഫുള്ളിരുന്ന് ഈ ഫുൾ ഷോ തന്നെ 2-3 പ്രാവശ്യം കണ്ടവരുണ്ട്. അപ്പോൾ നമുക്ക് ഇവിടത്തേക്കാളും കൂടുതൽ ഓഡിയൻസ് ഉള്ളത് GCCയിലാണ്. നമ്മളൊരു മോളിലൊക്കെ ചെന്നിട്ടുണ്ട്, ഉറപ്പായിട്ട് നമ്മളെ ആൾക്കാർ വന്ന് വിഷ് ചെയ്യും, സംസാരിക്കും, പാട്ട് കേൾക്കാറുണ്ടെന്ന് പറയും. അപ്പോൾ അതൊരു ഉപദ്രവമായിരുന്നു, പക്ഷെ അതൊരു ഗുണമായി മാറിയിട്ടുണ്ട്. അപ്പൊ അതിനുശേഷം ഗൾഫ് കൺട്രീസ് ഓൾമോസ്റ്റ് എല്ലായിടത്തും തന്നെ പോയിട്ടുണ്ട്, പല പ്രാവശ്യം പോയിട്ടുണ്ട്. പിന്നെ അവിടെ പോകുമ്പോൾ അവര് ഏറ്റവും കൂടുതൽ പാടാൻ പറയുന്ന പാട്ട് ഒക്കെ ഏതായിരിക്കും? മെലഡി ആണോ അതോ ഭയങ്കര അങ്ങനെ? അതായത് ഇപ്പൊ ഗൾഫിലെ ഓഡിയൻസിനെ സംബന്ധിച്ചിടത്തോളം എല്ലായിടത്തും ഓഡിയൻസ് എല്ലാവരും നന്നായിട്ട് നല്ല പാട്ട് കേൾക്കുന്നവരാണ്. ഗൾഫിൽ എന്ന് പറഞ്ഞാൽ അവർ കുറച്ചും കൂടെ കമ്പോസ്ഡ് ആയിട്ട് പാട്ട് കേൾക്കുന്ന ആളുകളാണ്. ഇപ്പം പ്രത്യേകിച്ചും ഞാൻ റീസെൻ്റ്ലി MG ശ്രീകുമാർ സാറിൻ്റെ കൂടെ ഒരു ഷോ ഒക്കെ ചെയ്ത സമയത്ത് ഫാസ്റ്റ് നമ്പേഴ്സൊക്കെ വളരെ കുറച്ചേ ഉള്ളൂ. അദ്ദേഹത്തിൻ്റെ ഹിറ്റ്സാണ് കൂടുതൽ പാടുന്നത്. അപ്പോൾ ഈ ഫുൾ ഷോ ആളുകൾ ഒരു സൂചി വീണ നമുക്ക് അതറിയില്ല, കാരണം ഇത്രയും പാട്ട് കേൾക്കുമല്ലോ. പക്ഷെ എന്നാൽ അത്രയും വളരെ കമ്പോസ്ഡ് ആയിട്ട് ആളുകളെല്ലാം വരുന്ന ഈ പാട്ട് കുഞ്ഞു കുട്ടികളെല്ലാവരും കേൾക്കും. അത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനത്തെ ഷോസ് ഇപ്പൊ MG സാറിന്റെ ഒക്കെ ഷോയിന് വരുമ്പോൾ തീർച്ചയായിട്ടും എനിക്ക് പറയണം മലയാളികൾ പോയി കാണണം. കാരണം ഇപ്പൊ ഒരു ഉദാഹരണം പറയണ, ഇപ്പൊ ഡീസൽ എഞ്ചിൻ ഉടനെ അന്യം നിന്ന് പോകും, അല്ലെങ്കിൽ കുറച്ച് കാലം കഴിയുമ്പോൾ ഡീസൽ എഞ്ചിൻ ഉണ്ടാവില്ല. അപ്പൊ ഡീസൽ എഞ്ചിൻ ഇഷ്ടപ്പെടുന്ന ആളുകൾ ഇപ്പൊ അത് ഓടിച്ചതിന്റെ കൊതി മാറ്റിക്കോന്നാണ് പറഞ്ഞത്. എന്ന് പറഞ്ഞ പോലെ ഇവരുടെയൊക്കെ ഒരു കാലഘട്ടം കഴിഞ്ഞാൽ പിന്നെ ഇങ്ങനൊരു സംഭവം ഇല്ലാന്ന് വെച്ചാൽ എന്താ പിന്നെ നമ്മള് ഈ ലെജൻസിൽ നിന്ന് ഡയറക്റ്റ് ആയിട്ട് കേൾക്കാന്ന് പറഞ്ഞാൽ അതൊരു വലിയൊരു സംഭവമാണ്. എനിക്ക് ഭയങ്കര സന്തോഷമാണ് അദ്ദേഹത്തിനോട് സ്റ്റേജ് ഷെയർ ചെയ്യാന്നുള്ളത്. കാരണം
പാടുന്ന സമയത്ത് ഞാൻ സത്യം പറഞ്ഞാൽ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യണം. നമ്മൾ പാടുന്നതെന്ന് വെച്ചാൽ കുറച്ച് പാട്ടുകളുള്ളൂ, ബാക്കി ഫുള്ള് നമ്മൾ കേൾക്കുകയാണ്. അത് വലിയൊരു എക്സ്പീരിയൻസ് ആണ്. അപ്പോൾ ലൈവ് ഷോസ് ഗൾഫിലാണ് കൂടുതലും ചെയ്യാറ്. പിന്നെ ഇപ്പോൾ റീസെൻ്റ്ലി UK ഓൾമോസ്റ്റ് ഒരു 10-12 സ്ഥലങ്ങളിൽ പോയിട്ട് പാടിയിട്ടുണ്ട്. പിന്നെ ഓസ്ട്രേലിയയിൽ ഒരു 5-8 സ്ഥലത്ത് പോയി പാടിയിട്ടുണ്ട്. ഇപ്പോൾ അടുത്ത ദിവസം പോവാണ് വീണ്ടും. പിന്നെ യൂറോപ്പിൽ ജർമ്മനിയിൽ 2 സ്ഥലത്ത് ചെയ്തിട്ടുണ്ട്, ഷോസ് ചെയ്തിട്ടുണ്ട്. അത് ബാൻഡായിരുന്നു, നമ്മുടെ സ്വന്തം ബാൻഡ് തന്നെയായിരുന്നു. ബാൻഡിനെ കുറിച്ച് ഒന്ന് കൂടുതൽ പറയാമോ? ബാൻഡിന്റെ പേരെന്താ? ബാൻഡ് ഞാൻ എൻ്റെ സ്വന്തം പേരിലാണ് പോണത്. സാധാരണ രീതിയിൽ നമ്മൾ സാധാരണ കാണാറ് ഒരു ബാൻഡ് ഒരു പേരിൽ വരുന്നു, പിന്നെ അതിനകത്ത് ആർട്ടിസ്റ്റുകൾ അടിച്ചു പിരിഞ്ഞ് പോകുന്ന രീതിയിലൊക്കെയാണ് നമ്മൾ കാണാറ്. പക്ഷെ അങ്ങനെയല്ല, നമ്മൾ എൻ്റെ സ്വന്തം പേരിലാണ് ഞാൻ ലിബിൻ സക്കറിയ ലൈവ് ഇൻ കോൺസെർട്ട് എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ചെയ്യാറ്. അപ്പോൾ അതിനകത്ത് മറ്റ് ആർട്ടിസ്റ്റുകൾ നമ്മൾ ഫീച്ചർ ചെയ്യും ആവശ്യമുണ്ടെങ്കിൽ മാത്രം. കോളേജ് ഷോസിനൊന്നും എൻ്റെ ആവശ്യമില്ല. പക്ഷെ നമ്മളൊരു കൊമേഴ്ഷ്യൽ ഷോ ചെയ്യുന്ന സമയത്ത് നമുക്ക് മിക്കപ്പോഴും മറ്റ് ആർട്ടിസ്റ്റുകളും വേണ്ടി വരും. ഒരു ഫീമെയിൽ സിംഗർ വേണ്ടി വരും, ചിലപ്പോൾ ഒരു മെയിൽ സിംഗറും കൂടെ വേണ്ടി വരും, പിന്നെ ഒരു എക്സ്ട്രാ സോളോ ഇൻസ്ട്രുമെൻറ്റ്സ് വേണ്ടി വരും. അപ്പോൾ ഞങ്ങൾ യൂറോപ്പിലൊക്കെ ചെയ്തപ്പോൾ ഞങ്ങളുടെ സ്വന്തം ബാൻഡായിരുന്നു. അത് ഭയങ്കര സക്സസ് ആയിരുന്നു. ഷോസ് എല്ലാം വന്ന് കണ്ടവർക്കെല്ലാം ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട് നല്ല എൻജോയ് ചെയ്തിട്ടാണ് എല്ലാവരും പോയത്. പിന്നെ യൂറോപ്പിലെന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് ഒരുപാട് സ്ഥലങ്ങൾ കാണാനും പറ്റി. ഞങ്ങൾക്ക് ആഴ്ചയിൽ ഒരു ദിവസമായിരുന്നു ഷോ ഉള്ളൂ, ബാക്കിയുള്ള ദിവസം ഫ്രീ ആയിരുന്നു. അപ്പോൾ ജർമ്മനിയിൽ കുറേ സ്ഥലങ്ങൾ കണ്ടു. ഏറ്റവും കൂടുതൽ കാണാൻ പറ്റിയ റോമിൽ പോയപ്പോൾ നമുക്ക് ഈ റോമൻ സാമ്രാജ്യവും അതിന്റെ അവശേഷിപ്പുകളും ഇതെല്ലാം, റോമിലാണെങ്കിൽ ഏറ്റവും കൂടുതൽ ദിവസം താമസിച്ചത്. അപ്പോൾ ഞങ്ങൾക്ക് കുറേ സ്ഥലങ്ങൾ കാണാൻ പറ്റി. പിന്നെ നല്ലൊരു ഷോ അടിച്ചു. പിന്നെ മാൾട്ടയിൽ പോയിട്ടുണ്ട്. അപ്പൊ അങ്ങനെ കുറെ സ്ഥലങ്ങളിൽ കൂടെയൊക്കെ പോവാൻ ആഗ്രഹിക്കുന്ന സ്ഥലം ഏതാണ്? എനിക്ക് സത്യം പറഞ്ഞാൽ അങ്ങനെ ഒരുപാട് സ്ഥലങ്ങളിൽ എനിക്ക് പാട്ട് പാടാൻ പോകുന്ന സ്ഥലങ്ങൾ കാണാൻ പോകുന്നതാണ് എനിക്കിഷ്ടം. പാട്ട് പാടാൻ പോകുമ്പോൾ നമുക്ക് അങ്ങനെ ടെൻഷനും കാര്യങ്ങളൊക്കെ ടെൻഷനൊന്നുമല്ല, നമുക്ക് ഫ്രീ ആയിട്ടൊരു പച്ചവെള്ളം തണുത്ത വെള്ളം കുടിക്കാനോ ഒന്നും പറ്റില്ല. അപ്പൊ അങ്ങനത്തെ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട്. ഇപ്പൊ നമ്മളൊരു സ്ഥലം കാണാൻ പോവാണെങ്കിൽ നമ്മൾ ആരെയും പേടിക്കണം, ഐസ്ക്രീം കഴിക്കാം. പ്രത്യേകിച്ച് ഇപ്പൊ ഇങ്ങനത്തെ തണുപ്പുള്ള സ്ഥലങ്ങളിൽ പോകുമ്പോൾ നമുക്ക് സൂക്ഷിക്കണം, ത്രോട്ട് ഭയങ്കരമായിട്ട് ഡ്രൈ ആവുമല്ലോ. അപ്പൊ അതിനുള്ള എന്താ ചെയ്യണേ റെമഡി? സത്യം പറഞ്ഞാൽ നമ്മൾ ഒരുപാട് സൂക്ഷിക്കാൻ പോയാൽ നമുക്ക് അത് ഭയങ്കര ബുദ്ധിമുട്ടാവും. അപ്പൊ നമ്മള് ഈ പറഞ്ഞതുപോലെ ശരിക്കും പറഞ്ഞാൽ തണുത്ത സ്ഥലത്ത് പോയിട്ട് നമുക്ക് തണുത്തത് കുടിച്ചാൽ വലിയ പ്രശ്നമൊന്നുമില്ല. എന്റെ ത്രോട്ട് ഭയങ്കര സെൻസിറ്റീവ് ആയിരുന്നു. അതായത് ഞാനൊരു കാലത്ത് സരിഗമപയിൽ തുടക്കുന്ന സമയത്തൊക്കെ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടുകളായിരുന്നുണ്ടെങ്കിൽ ഞാൻ ഭയങ്കര കെയർ ചെയ്യുമായിരുന്നു. പിന്നെ എനിക്ക് മനസ്സിലായി ഇത് കെയർ ചെയ്തിട്ട് കാര്യമില്ല. അപ്പം കെയർ ചെയ്യുമ്പോൾ എപ്പോഴും ബുദ്ധിമുട്ടാണ്. അപ്പം ഞാൻ പയ്യതൊക്കെ കുറച്ച് കെയർലെസ് ആയിട്ട് ബിഹേവ് ചെയ്യാൻ തുടങ്ങി. എല്ലാം കഴിക്കും. നമ്മൾ ഒരുപാട് ഇങ്ങനെ അപ്പൊ എനിക്ക് ഒരു കുഴപ്പമില്ല. അതിനെ കുറിച്ച് ആലോചിക്കുമ്പോഴാണ് നമുക്ക് പ്രോബ്ലം വരുന്നത്. അതെ, എനിക്ക് ഐസ്ക്രീം ഞാനിങ്ങനെ പൊതുവെ കഴിക്കാറില്ല, എനിക്ക് വലിയ താല്പര്യമുള്ള സാധനമല്ല. പിന്നെ അങ്ങനെ തണുത്ത വെള്ളം വേണം ചൂട് അങ്ങനെയൊന്നുമില്ല. എന്ത് വെള്ളം കഴിക്കും, ഭക്ഷണ സാധനങ്ങളൊക്കെ ഉള്ള എന്ത് വെള്ളം കഴിക്കാം. ഏറ്റവും ഇഷ്ടപ്പെട്ട ഭക്ഷണം ഏതാണ്? ഫുഡിയാണോ? എനിക്ക് അങ്ങനെ ഭക്ഷണ പ്രാന്തനൊന്നുമല്ല. പക്ഷെ എനിക്ക് ഏറ്റവും ഇഷ്ടം, ഞാൻ വയറ് നിറച്ച് കഴിക്കുന്നത് ചോറും കറികളുമാണ്. നാടൻ. അതെ, ചോറും മോരുകറി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ നിങ്ങൾക്കൊക്കെ ഇഷ്ടമാണെന്ന് അറിയില്ല, നമ്മുടെ തൊടുപുഴക്കാരുടെ ഒരു സാധനമാണ് ചക്കക്കുരു മാങ്ങയും കറിയൊക്കെ കഴിച്ചിട്ടില്ല. ചക്കക്കുരും ചെമ്മീനും കഴിച്ചിട്ടുണ്ടല്ല. അങ്ങനത്തെ കറികളൊക്കെ ഇഷ്ടമാണ്. അതെ, അത് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ബീഫ് ഫ്രൈ ഒക്കെ മോര് കറിക്കകത്ത് കൂട്ടി കഴിക്കാനൊക്കെ എനിക്ക് ഇഷ്ടമാണ്. ചോറാണ് മെയിനായിട്ട് ഇഷ്ടമുള്ള സാധനം. ചോറും കറികളൊക്കെയാണ് ഇഷ്ടം. പിന്നെ കപ്പ ഇതൊക്കെ കഴിക്കും, എല്ലാം കഴിക്കും. പിന്നെ ഭയങ്കര ഒരു ഭക്ഷണപ്രാന്തനൊന്നുമില്ല. ഇപ്പൊ മോഹൻലാലിന്റെ ഫാനാന്ന് പറഞ്ഞല്ലോ. ഇപ്പൊ ലാലേട്ടനെ കുറിച്ച് ഓർക്കുമ്പോൾ അല്ല, എനിക്ക് ഞാൻ പറഞ്ഞത് ചെറുപ്പകാലത്ത് ഞാൻ വളരെ മോഹൻലാൽ ഫാനായിരുന്നു. പക്ഷെ ഇപ്പോ എനിക്ക് അങ്ങനെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഒരു പടി ഇഷ്ടം കൂടുതൽ ഒരു പക്ഷെ അങ്ങനെ രണ്ടുപേരും ഇഷ്ടമാണ്. ലാലേട്ടനൊക്കെ ചെയ്തു വെച്ചിരിക്കുന്ന ഒരു രക്ഷ. പക്ഷെ ഇപ്പോഴത്തെ ഇപ്പം പോയിക്കൊണ്ടിരിക്കുന്ന രീതിയിൽ എനിക്ക് മമ്മൂക്കനെ ഭയങ്കര ഇഷ്ടമാണ്. എല്ലാവരും ഇഷ്ടമാണ്, എല്ലാവരും ഒത്തിരി ഇഷ്ടമാണ്. ലാലേട്ടനെ കുറിച്ച് പറയുമ്പോൾ പെട്ടെന്ന് മനസ്സിലേക്ക് ഓടി വരുന്ന പാട്ട് ഏതായിരിക്കും? ലാലേട്ടനെ പറ്റി നമ്മൾ ആലോചിക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ഓടി വരുന്ന പാട്ടുകളിൽ മിക്കതും MG സാറിന്റെ പാട്ടുകളായിരിക്കും. അതെ അതെ അതെ. അതിനകത്ത് പെട്ടെന്ന് സത്യസന്ധമായിട്ട് പറഞ്ഞാൽ പെട്ടെന്ന് മനസ്സിലേക്ക് വരിക എന്ന് പറഞ്ഞാൽ ഒന്നെങ്കിൽ വേൽമുരുകി ആയിരിക്കും എൻ്റെ മനസ്സിലേക്ക് വരിക. അതിന്റെ കാരണം എന്താ വെച്ചാൽ അതിനെ റീപ്ലേസ് ചെയ്യാൻ ഒരു പാട്ട് ഇതുവരെ പിന്നെ ഇറങ്ങിയിട്ടില്ല. അല്ല, എനിക്ക് തോന്നുന്നു എല്ലാ സ്റ്റേജ് ഷോസിലും ലാസ്റ്റ് വരണ ഒരു ഡപ്പാങ്കൂത്ത് പാട്ട് എന്ന് പറഞ്ഞ ആ ഒരു പാട്ട്. ഡപ്പാങ്കൂത്ത് എന്നല്ല അത്, അതായത് ഇപ്പൊ ഒരു ഫാസ്റ്റ് നമ്പർ പാട്ട് എന്ന് പറയുമ്പോൾ പെട്ടെന്ന് ലാസ്റ്റ് ഞാൻ അധികം കണ്ടിരിക്കുന്നത് ഇങ്ങനെ വൈൻഡപ്പിംഗ് പാട്ട് വെച്ചിട്ട് ആ പാട്ടിലാണ്. നമ്മൾ ബാൻഡ് ഷോസ് ചെയ്യുമ്പോൾ ഇപ്പൊ നമ്മൾ എന്താ കാണുന്നത്, ഇപ്പം പ്രോഗ്രസീവ് റോക്ക് ബാൻഡുകളുണ്ട്, അതായത് കർണാട്ടിക് വിത്ത് റോക്ക് ടെക്സ്ചർ ഇൻകോർപ്പറേറ്റ് ചെയ്തിട്ടുള്ള ബാൻഡുകളുണ്ട്. ഇപ്പം എൻ്റെയൊക്കെ ബാൻഡെന്ന് വെച്ചാൽ നമ്മൾ പക്ക ഒരു കൊമേഴ്ഷ്യൽ ടൈപ്പാണെന്ന് വെച്ചാൽ
എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന പാട്ടുകൾ, നമ്മൾ പാടുന്ന പാട്ടുകളിൽ ഒരു രാജമല്ലി ഉണ്ട്, പൂവേ പൂവേ ഉണ്ട്, കൺഫ്യൂഷൻ ഉണ്ട്, ഇങ്ങനത്തെ കുറെ പാട്ടുകളും പുതിയ പാട്ടുകളും എല്ലാ ടൈപ്പ് ആളുകൾക്ക് ഇഷ്ടപ്പെടുന്ന സാധനമാണ്. അപ്പൊ എൻ്റെ ഒരു രീതി എനിക്കിഷ്ടം അങ്ങനെയാണ്. അതായത് ഇപ്പം നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു സാധനം എടുത്തിട്ട്, അതിപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞാൽ, നമ്മളിപ്പോൾ ഒരു സംഭവം നമ്മുടെ ഇഷ്ടത്തിന് കുക്ക് ചെയ്യുന്നു, നമ്മൾ ഒരാളെ കഴിപ്പിക്കുന്നു, അത് അയാൾക്ക് ഇഷ്ടപ്പെടാം ഇഷ്ടപ്പെടാതിരിക്കാം. നമ്മൾ ഒരാളെ കഴിപ്പിക്കാൻ വേണ്ടിയിട്ട് ഉദ്ദേശിക്കുന്നത് അയാൾക്ക് ഇഷ്ടമുള്ള സാധനം ഉണ്ടാക്കി കൊടുക്കുക. നമ്മളൊരു ആർട്ടിസ്റ്റ് എന്നുള്ള രീതിയിൽ നമ്മളെ ഒരു മാസ് ഓഡിയൻസിന്റെ അടുത്ത് പ്ലേസ് ചെയ്യുമ്പോൾ നമ്മൾ അവർക്ക് ഇഷ്ടമുള്ള സാധനങ്ങൾ വേണം കൊടുക്കാൻ. അപ്പോൾ അതുകൊണ്ട് തന്നെ ആളുകൾക്ക് ഇഷ്ടപ്പെടുന്ന, എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന സാധനങ്ങളാണ് നമ്മൾ ബാൻഡിൽ എടുക്കാറുള്ളത്. എനിക്കിഷ്ടം വേറെ പാട്ടുകൾ ഒരുപാട്, പണ്ടത്തെ പാട്ട്, അത് എല്ലാ ടൈപ്പ് പാട്ടുകളുണ്ട്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ പല സമയത്തും നമ്മുടെ ബാൻഡിന്റെ ഷോ എൻഡ് ചെയ്യുന്നത് വേൽമുരുകയിലാണ്. ഞാൻ സത്യസന്ധമായിട്ട് പറയട്ടെ, ഞങ്ങൾ ചില സ്ഥലത്തൊക്കെ ചെല്ലുമ്പോൾ ആദ്യം തന്നെ വന്നിട്ട് വേൽമുരുക പാടാൻ പറയും. എം ജി ശ്രീകുമാർ സാറിന്റെ ഷോയ്ക്കൊക്കെ തുടക്കം തന്നെ സാർ വേൽമുരുക പാടണം എന്നാണ് ആള്. അതായത് അത് അങ്ങനത്തെ ഒരു പാട്ടതിന് ശേഷം എനിക്ക് തോന്നുന്നില്ല അങ്ങനത്തെ അത്രയും അതായത് അതിന്റെ ഇപ്പൊ നമ്മളൊരു പാട്ട് തുടങ്ങുകയാണ്, ആ പാട്ട് അതിന്റെ ഫസ്റ്റ് ബീജ് വരുമ്പം നമ്മളൊന്ന് ഡൗൺ ആവും, വീണ്ടും ലിറിക്ക് വന്നിട്ട് ഒരു ഹുക്ക് ഉണ്ട്, ആ ഹുക്കിലേക്ക് എത്തുമ്പോഴാണ് വീണ്ടും നമ്മൾ ഓൺ ആവണം. പക്ഷെ ഈ പാട്ട് അങ്ങനെയല്ല, ഇത് ട്രെയിലർ കട്ട് പോലെയാണ് ഈ പാട്ട് എന്ന് വെച്ചാൽ തുടക്കം പോലെ അവസാനം വരെ ഒരേ എനർജി ലെവലാണ്. അപ്പൊ അങ്ങനത്തെ പാട്ടുകള് സ്റ്റേജ് ഷോസിന് ഏറ്റവും കൂടുതൽ ഡിമാൻഡ് ചെയ്യണ പാട്ടും അത് തന്നെയാണ്. തീർച്ചയായിട്ടും അത് നമ്മൾ വേറൊരു സൗണ്ടിങ്ങിൽ പ്രസന്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒന്നുകൂടെ എഫക്ട് കൂടുതലാണ്. അതായത് നമ്മളിപ്പോ ഒരു ബാൻഡിലൊക്കെ എന്ന് പറഞ്ഞാൽ നമുക്ക് ഒറിജിനൽ പോലെ ചെയ്യാൻ പറ്റില്ല. ഒറിജിനൽ ബീജികൾ കാര്യങ്ങളൊക്കെ അതുപോലെ തന്നെ, പക്ഷെ സൗണ്ടിങ് ഡിഫറെന്റ് ആയിരിക്കും. അപ്പൊ അങ്ങനെ ചെയ്യുമ്പോൾ കുറച്ചും കൂടെ അതിന് എഫക്ട് കൂടുതലാണ്. ഇപ്പം അങ്ങനെ ആലോചിക്കുമ്പോൾ വേൽമുരുക തന്നെയാണ്. ലാലേട്ടൻ്റെ ഒരു മെലഡി പാട്ട് പാടാൻ പറഞ്ഞ ഒരു 4 വരി ഏതായിരിക്കും? അത് ഇഷ്ടമുള്ള പാട്ട് ഏതായിരിക്കും? ലാലേട്ടൻ്റെ ഒരുപാട് പാട്ടുകൾ ഇഷ്ടമാണ്. എന്നാലും പെട്ടെന്ന് മനസ്സിലേക്ക് ഓടി വരുന്ന ഒരു മെലഡി പാട്ടിന്റെ ഒരു 4 വരി. കള്ളിപ്പൂങ്കുയിലെ കന്നിത്തേൻ മൊഴിയെ കാതിൽ മെല്ലെ ചൊല്ലുമോ, കാവതി കാക്കതൻ കൂട്ടിൽ മുട്ടയിട്ടന്നൊരു നാൾ, കാനനം നീളെ നീ പാറിപ്പറന്നൊരു കള്ളം പറഞ്ഞതെന്തേ, കള്ളിപ്പൂങ്കുയിലെ കന്നിത്തേൻ മൊഴിയെ കാതിൽ മെല്ലെ ചൊല്ലുമോ. പിന്നെ മറ്റേ പാട്ട് ഇഷ്ടമാണ്, സൂര്യകിരീടം വീണുടഞ്ഞു രാവിൻ തിരുവരങ്ങിൽ. ഈ പാട്ടും എനിക്ക് എനിക്ക് എല്ലാ പാട്ടും ഇഷ്ടമാണ്. അങ്ങനെ പറയാൻ നോക്കിയാൽ എം ജി സാറിന്റെ എല്ലാ പാട്ടുകളും നമ്മുടെ മനസ്സിലേക്ക് ഇങ്ങനെ ഓർമ്മ വരും. തമിഴ് എല്ലാ പാട്ടുകളും കേൾക്കാറുണ്ട്, എല്ലാ ജോണറും കേൾക്കാറുണ്ട്, എല്ലാ ജോണറും നമ്മൾ സ്റ്റേജിലെ എല്ലാ പാട്ടുകളും പാടാറുണ്ട്. അല്ല, നമ്മളിപ്പം വെറുതെ ഇരിക്കുന്ന സമയത്ത് ഏതൊക്കെ ടൈപ്പ് ഓഫ് സോങ്സ് ആണ് കൂടുതലും കേൾക്കണത്? അങ്ങനെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത് ഓരോ സമയത്തും മൂഡ് അനുസരിച്ചിട്ടാണ്. ഞാൻ ചില സമയത്ത് ഗസൽസ് കുറെ കേൾക്കാറുണ്ട്, ഹരിജിയുടെ പാട്ടുകൾ. എനിക്ക് ഗസൽ എന്ന് പറഞ്ഞ ഒരു പ്യുവർ ഗസലിലേക്കൊന്നും ഞാൻ അങ്ങനെ പോയിട്ടില്ല. എന്റെ ഒരു ഇഷ്ടപ്പെട്ട ഇഷ്ടം 4 വരി ഇഷ്ടപ്പെട്ട ഗസൽ. കാശ് ऐसा कोई मंजर होता, काश ऐसा कोई मंजर होता, तेरे कांधे पे तेरा सर होता, काश ऐसा कोई मंजर होता. ഇതൊക്കെ ഹരിജിയുടെ കാശ് എന്ന് പറഞ്ഞ ആൽബത്തിലുള്ളതാണ്. അതിനകത്ത് കുറെ പാട്ടുകളുണ്ട്. അപ്പോൾ അത് മലയാളം, തമിഴ് എല്ലാം പാടാറുണ്ട്. ഇപ്പോൾ പക്ഷെ എന്നെ ആ റിയാലിറ്റി ഷോയിൽ പ്ലേസ് ചെയ്തിരുന്നു വെച്ചാൽ അതായത് ഇപ്പോൾ എല്ലാ റിയാലിറ്റി ഷോയിലും നമുക്ക് ഒരു ഫിക്സഡ് ആയിട്ടുള്ള ഒരു ഐഡന്റിറ്റി അവർ തരും, നമുക്ക് സ്ഥാപിതമായിട്ട് അവരിങ്ങനെ സ്ഥാപിച്ചു തരും. അപ്പോൾ എനിക്ക് തന്നിരുന്നത് വെച്ചാൽ എനിക്ക് ഏറ്റവും ഇഷ്ടം പാടാൻ ഇഷ്ടമുള്ളത്, എനിക്ക് എം ജി സാറിന്റെ പാട്ടുകൾ പാടാൻ ഒത്തിരി ഇഷ്ടമാണ്, ഹരിജിയുടെ പാട്ടുകൾ ഒത്തിരി ഇഷ്ടമാണ്. പക്ഷെ എപ്പോഴും എനിക്ക് കിട്ടിക്കൊണ്ടിരുന്ന പാട്ടുകൾ കൂടുതലും ദാസേട്ടന്റെ പാട്ടുകളാണ്. കാരണം അതിനകത്ത് ദാസേട്ടന്റെ പാട്ട് പാടാൻ പറ്റിയ ഒരു ആളായിട്ടാണ് എന്നെ ഒരു കൺസിഡർ ചെയ്യുന്നത്. പക്ഷെ അതെനിക്ക് ഗുണം ചെയ്തിട്ടില്ല എന്നല്ല. ഇപ്പൊ ഒരുപാട് പാട്ടുകൾ എനിക്ക് ഞാൻ പാടിയിട്ടുള്ള ഒരു പകുതി മുക്കാൽ പാട്ടുകളും ദാസേട്ടൻ പാടിയ പാട്ടുകൾ. അപ്പോൾ കൂടുതൽ മലയാളമാണ് ഞാനത് പാടിയിട്ടുള്ളത്. അപ്പോൾ ഒരു മലയാളം ടെക്സ്ചറുള്ള ഒരാളായിട്ടാണ് എന്നെ ഓഡിയൻസും പൊതുവെ കണ്ട് മനസ്സിലാക്കി വെച്ചേക്കുന്നത്. അതാണ് ദാസേട്ടന്റെ ഇഷ്ടമുള്ള പാട്ടുകൾ. പഴയ പാട്ട് നോക്കുകയാണെങ്കിൽ ഏതായിരിക്കും? ദാസേട്ടന്റെ ഈ പാട്ട് എനിക്ക് ഇഷ്ടമാണ്. മനോഹരി നിൻ മനോരഥത്തിൽ മലരോടു മലർത്തൂകും മണിമഞ്ചത്തേരിൽ മയങ്ങുന്ന മണിവർണ്ണനാരോ ആരാധകനാണോ
ഈ ആരാധകനാണോ. ആഹാ. അത് ദാസേട്ടന്റെ ശബ്ദം നമ്മളിങ്ങനെ നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ഇത്രയും പ്രായമായി, ചെറുപ്പം മുതൽ ഇങ്ങോട്ട് വളരെ വലിയൊരു വ്യത്യാസം വന്നിട്ടുണ്ട്. അതെ അതെ അതെ. എനിക്ക് ഈ ഒരു പാട്ടൊക്കെ പാടുന്ന സമയത്തുള്ള ശബ്ദം എന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര അതൊരു എന്താ പറയാ, ഒരു ഗ്ലാസ്സിൽ ഒരു സ്പൂൺ വെച്ചിങ്ങനെ തട്ടും പോലത്തെ ഒരു ശബ്ദമാണ്. അതെ അതെ. പ്രത്യേകിച്ച് പഴയ പാട്ടുകളൊക്കെ എത്ര കേട്ടാലും നമുക്ക് ഒട്ടും എപ്പോഴും എപ്പോഴും ഓർമ്മിക്കാൻ. പല ആൾക്കാരും ദാസേട്ടനെ ഇങ്ങനെ കുറ്റം പറയുമ്പോൾ ഒക്കെ ഞാനിങ്ങനെ ആലോചിക്കാറുണ്ട്. അപ്പൊ അദ്ദേഹത്തിന്റെ വ്യക്തിത്വത്തെ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ വ്യക്തി ജീവിതത്തെ നമ്മൾ ഒരിക്കലും നോക്കേണ്ട ആവശ്യമില്ല. ഒരു ഓഡിയൻസ് എന്നുള്ള രീതി നമുക്കെപ്പോഴും അദ്ദേഹം പാടിത്തരുന്ന സാധനം കേൾക്കുക എന്നുള്ളതാണ്. അതെ അതെ, അത്രേ ഉള്ളൂ. എല്ലാവരും കുറ്റം പറയാൻ എന്ത് പറയാൻ. ഇപ്പൊ മക്കൾ എത്ര പേരെന്നാ പറഞ്ഞത്? എനിക്ക് 2 കുട്ടികളാണ്. മക്കൾക്ക് എങ്ങനെയാണ് ഇതിലൊക്കെ ഇൻട്രസ്റ്റ് ഉണ്ട്? പാട്ട് അതിനുള്ള പ്രായമായിട്ടില്ല. എന്നാലും പാട്ട് കേൾക്കുമ്പോൾ വളരെ സൈലന്റ് ആയിട്ടിരുന്ന് പാട്ട് കേൾക്കും. എന്റെ പ്രത്യേകിച്ച് മൂത്ത മോൻ, അവനിപ്പോ 2.5 വയസ്സായിട്ടുണ്ട്. 2.5 വയസ്സായിട്ടുള്ളൂ. പക്ഷെ അവന് ഇഷ്ടപ്പെട്ട പാട്ട് ഇലുമിനാറ്റി ഒക്കെയാണ്. അതെ അതെ അതെ, ഇപ്പൊ എല്ലാ കുട്ടികളുടെ പാട്ടും ഇടയ്ക്കിടയ്ക്ക് എന്റെ അടുത്ത് ജാടാന്നൊക്കെ പറഞ്ഞു പോകണം. അപ്പൊ അങ്ങനെയാണ്. പിന്നെ ഇനിയിപ്പോ ഉള്ള കാലഘട്ടത്തിൽ നമുക്ക് എന്താ പറയാ, സ്വന്തം ഒരു ഓൺ കമ്പോസിഷൻ അല്ലെങ്കിൽ ഓൺ സ്റ്റൈല് നമ്മൾ തന്നെ ക്രിയേറ്റ് ചെയ്ത് കൊണ്ടുവരുന്ന ഒരു കാലഘട്ടമാണ്. പ്ലേ ബാക്കിലൂടെ മാത്രം നമുക്ക് ആളുകളിലേക്ക് എത്തണം. അല്ല, അതിനുള്ള പോസിബിലിറ്റീസും ഉണ്ടല്ലോ. നമുക്ക് ഇഷ്ടം പോലെ സോഷ്യൽ മീഡിയ വഴിയാണെങ്കിലും എങ്ങനെയാണെങ്കിലും നമുക്ക് അതിനെ. അതിന്റെ ഉദാഹരണം പറഞ്ഞാല്, ഞാനിപ്പോ കടുവ എന്ന് പറഞ്ഞ സിനിമയിൽ വളരെ പോപ്പുലർ ആയിട്ടുള്ള പാട്ടുണ്ട്. പൽവർണ്ണക്കുതിരമേലിരുന്നൊരു തന്നീത പാമ്പിനെ എതിർക്കുവാൻ പുറപ്പെടുന്നേ, പണ്ടത്തെ ചരിതത്തിൽ സഹതായ പോലവൻ നായാടൻ മനസ്സുകൊണ്ടൊരുക്കമായി. പാട്ട് നല്ല അടിപൊളിയാണ്. തീം സോങ് ആണ്. ഈ പാട്ട് ഒരു ഇന്റർവ്യൂവിൽ ജേക്സേട്ടൻ തന്നെ പറഞ്ഞിട്ടുണ്ട്, ജേക്സേട്ടന് പാലാപ്പള്ളിനേക്കാൾ ഇഷ്ടമുള്ള പാട്ട് ഇതാണെന്ന്. അപ്പോൾ ഈ പാട്ട് പാടാൻ നമുക്ക് ഞാൻ പാടി അത് കഴിഞ്ഞിട്ട് നമ്മളിത് സ്റ്റേജിൽ പറയുമ്പോൾ ആളുകൾക്ക് വിശ്വാസമുള്ളത് നമ്മൾ തന്നെയാണ് പാടിയെന്ന്. കാരണം അതാണ് ഇന്ന് ഒരു ഐഡന്റിറ്റി ക്രൈസിസ് ഇന്നത്തുള്ള എല്ലാം ഓൾമോസ്റ്റ് മിക്ക ഗായകരും അനുഭവിക്കുന്നുണ്ട്. അതായത് നമുക്ക് അറിയാം, ആളെ അറിയാം, പക്ഷെ ഇയാളാണിത് പാടിയെന്ന് പറഞ്ഞാൽ അത് ഭയങ്കര ഒരു ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അതെ. അപ്പോൾ പണ്ട് എന്ന് പറഞ്ഞാൽ കുറച്ച് പാട്ടുകാരുടെ ഒരു നമുക്ക് അറിയാം ഇന്ന പാട്ട് ഇന്ന ആളാണ് പാടിയെന്നുള്ളത്. ഇപ്പൊ അത് കുറച്ചൊരു കണ്ടുപിടിക്കാൻ എല്ലാരും കേട്ട് മടുത്ത പാട്ടാണ് നീല നീലവേ ഈ പാട്ട്. പക്ഷെ ഈ പാട്ട് ആരാണ് പാടിയെന്ന് ഒരു ഓഡിയൻസിന്റെ അടുത്ത് നമ്മൾ ചോദിച്ചിട്ടുണ്ടെങ്കിൽ കപിൽ കപിൽ എന്ന് പറഞ്ഞ സിംഗറിന്റെ പാട്ട് കേൾക്കാത്തവരുടെ മലയാളം ആരുമില്ലെന്ന്. പക്ഷെ അദ്ദേഹം ഇത്രയും പാട്ടുകൾ പാടിയെങ്കിലും അദ്ദേഹത്തിന്റെ പേര് പറയാൻ ഓൾമോസ്റ്റ് മിക്ക മലയാളികൾക്കും സാധിക്കുന്നില്ല. ഇപ്പൊ ഞാൻ റീസെന്റ് ഒരു ഷോ ചെയ്ത സമയത്ത് നമുക്ക് കുറെ സ്റ്റേജസ് ഉണ്ടായിരുന്നു. അപ്പോൾ ഒരു സ്റ്റേജിൽ ഒരു കുട്ടിയാണ് പറഞ്ഞത്, പുറത്താണ്. അപ്പൊ ഒരു കുട്ടിയാണ് പറഞ്ഞത് കപിൽ കപിൽ എന്നുള്ള ഈ പാട്ട് പാടിയ ആള് സ്റ്റേജിലേക്ക് വിളിച്ചിട്ട് അവളെ അപ്രീഷിയേറ്റ് ചെയ്തു. കാരണം അവള് ശ്രദ്ധിക്കുന്നുണ്ട് ഏത് ആർട്ടിസ്റ്റാണ് ഈ പാട്ട് പാടിയെന്നുള്ളത്. അപ്പൊ അങ്ങനത്തെ ഒരു സമയത്താണ് പണ്ട് നമ്മള് ഹാപ്പി വെഡിങ് എന്ന് പറഞ്ഞ സിനിമയിൽ നമ്മള് ഹാപ്പി വെഡിങ്ങിലാന്ന് തോന്നുന്നു, അതിനകത്ത് ഷറഫുദ്ദീൻ പറയുന്ന ഒരു ഡയലോഗ് ഉണ്ട്. ഇപ്പൊ എറണാകുളത്തേക്ക് ഇറങ്ങിയിട്ട് ഒരു കല്ലെടുത്ത് മുകളിലേക്ക് എറിഞ്ഞാൽ ഒന്നെങ്കിൽ അതൊരു എഞ്ചിനീയറുടെ തലയിലോ അല്ലെങ്കിൽ ഒരു ബംഗാളിയുടെ തലയിലോ വന്നു വീണ് എന്ന് പറഞ്ഞാല്. പക്ഷെ ഇപ്പൊ എഞ്ചിനീയർമാരായിട്ട് അതൊരു ഗായകനായിട്ടുണ്ട്, അല്ലെങ്കിൽ ഗായികയായിട്ടുണ്ട്. എറണാകുളത്തെ ഒരു അവസ്ഥ അതാണ്. അപ്പൊ അത്രയും ഗായകരുണ്ട്. ഇഷ്ടംപോലെ ഗായകർ മാത്രമല്ല, എല്ലാ ഫീൽഡിലും ഇപ്പം ഒരുപാട് പേര് ഭയങ്കര കോമ്പറ്റീറ്റീവ് ആയിട്ട് ഒരുപാട് അവസരങ്ങളുള്ള സമയമാണ്. പണ്ടത്തെ പോലെയല്ല. ഇപ്പൊ എനിക്കൊരു പാട്ട് പാടണമെന്ന് വിചാരിച്ചാൽ കുറച്ച് ആൾക്കാരെങ്കിലും ആ പാട്ട് എനിക്ക് പാടി കേൾപ്പിക്കാൻ പറ്റുന്ന ഒരു സമയത്താണ് നമുക്ക് ജീവിക്കുന്നത്. ഇപ്പൊ ഇൻസ്റ്റാഗ്രാം വഴി എനിക്ക് തോന്നുന്നു നമുക്ക് ആരുടെ അങ്ങോട്ട് പോയി ചാൻസ് ചോദിക്കുന്നതിനെക്കാട്ടും നമ്മളിപ്പോ ഇതേപോലെ ഒരു ബാൻഡ് ഉണ്ടാക്കിയിട്ടും അങ്ങനെയുള്ള ഒരു കുറെ പോസിബിലിറ്റീസ് വന്നല്ലോ. തീർച്ചയായിട്ടും അത് കാലഘട്ടത്തിലെ മാറ്റങ്ങൾ തന്നെയാണല്ലോ. തീർച്ചയായിട്ടും എല്ലാവർക്കും അവസരമുള്ള ഒരു സമയമാണ്. പക്ഷെ സിനിമയിൽ പാടിയതോട് മാത്രം നമുക്ക് ഒരു ഫേസ് ഉണ്ടാക്കി എടുക്കാന്നുള്ള ബുദ്ധിമുട്ടുള്ള ഒരു സമയമാണിത്. നമുക്കൊരു ഫേസ് ഉണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് സിനിമയിൽ പാടാൻ അവസരം കിട്ടും. അതാണ് ഇന്നത്തെ ഒരു സമയം. ഡ്രീംസ് എന്താണ് ഇനി ഇവിടെ അങ്ങോട്ട്? ഞാൻ വളരെ ഡ്രീമി, അങ്ങനെ ഒരുപാട് സ്വപ്നങ്ങൾ കാണുന്നല്ല, അങ്ങനെ ഒരുപാട് ആഗ്രഹിക്കുന്ന ഒരു ആളൊന്നുമല്ല. എനിക്ക് ഞാനിപ്പോ ജീവിക്കുന്ന ഒരു മൊമെന്റിൽ എനിക്ക് നന്നായിട്ട് സന്തോഷമായിട്ട് ജീവിക്കുന്നു. ഞാനിപ്പോ വളരെ ഹാപ്പിയാണ്. എന്റെ 2 മക്കളുടെ കൂടെ, 2 വൈഫിന്റെ കൂടെ ഞാൻ വളരെ എൻജോയ് ചെയ്യുന്നുണ്ട് ആ സമയം. പ്രത്യേകിച്ചും ഇപ്പൊ എന്റെ മൂത്ത മോന്റെ ഒക്കെ സമയം എന്ന് പറഞ്ഞാൽ നല്ല രസമുള്ള സമയമാണ്. 2.5 വയസ്സാണ്. ഇല്ലില്ല. അപ്പൊ എനിക്ക് അവരുടെ കൂടെ കളിക്കുക, അവരുടെ കൂടെ ഇരിക്കുക, അതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. കൂടെ പാട്ടുകൾ പാടുക. ദൈവം സഹായിച്ച് വലിയ കുഴപ്പമൊന്നുമില്ല, നന്നായിട്ട് പോകുന്നുണ്ട്. അതെ, ഷോസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഇനിയും പരിപാടികളൊക്കെ ഇപ്പൊ കുറെ പരിപാടികൾ കമ്മിറ്റ് ചെയ്തിട്ടുണ്ട്, റെക്കോർഡിങ്സ് ഉണ്ട്. അപ്പൊ അങ്ങനെ ആ കൂടെ തന്നെ ഞാൻ കുറച്ച് പാട്ടുകൾ ചെയ്തു വെച്ചിട്ടുണ്ട്, അത് റിലീസ് ചെയ്യണം. പിന്നെ എനിക്കിപ്പം
കുറച്ച് തിരക്കൊക്കെ ആയി കഴിഞ്ഞ് അങ്ങനെയല്ല കുറച്ച് ബിസി ആയി കഴിഞ്ഞപ്പം ഒരുപാട് ആൾക്കാർ പാട്ടുകൾ കേൾക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. അവരെല്ലാവരും എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ കുറേ പേര് എന്നെ ചീത്ത വിളിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്, എനിക്കൊരു പാട്ട് പാടിയിട്ട് കൂടെ ഞങ്ങൾക്ക് കേൾക്കാറ്. അപ്പം അങ്ങനെ അപ്പോൾ അവർക്ക് വേണ്ടി കുറച്ച് പാട്ടൊക്കെ പാടിക്കൊടുക്കാമെന്നാണ്. അത് പറഞ്ഞപ്പോഴപ്പോൾ എനിക്ക് തോന്നുന്നു ഇന്റർവ്യൂവിൽ അധികം നമ്മൾ പാട്ടിലോട്ട് വന്നിട്ടില്ല. ഞാൻ 2-3 സിറ്റുവേഷൻസ് പറഞ്ഞു കഴിഞ്ഞാൽ 4 വരി അതിന്റെ പാട്ടുകൾ ഒന്ന് പാടിത്തരാമോ? ഏത് പാട്ടാണ്? ഏതെങ്കിലും ഒരു ഇപ്പൊ പറഞ്ഞ വിദ്യാജിയുടെ ഫാനാണെന്ന്, അപ്പൊ വിദ്യാജിയുടെ ഏതെങ്കിലും നല്ലൊരു പാട്ട്, മെലഡിയോ അല്ലെങ്കിൽ വിദ്യാജിയുടെ എനിക്ക് ഇപ്പൊ പൂവേ പൂവേ ഞങ്ങള് പാടുന്ന പാട്ടാണ് ബാൻഡിൽ. പക്ഷെ ഇപ്പൊ പാടാൻ പെട്ടെന്ന് പറഞ്ഞാല് നാടോടി പൂന്തിങ്കൾ മുടിയിൽ ചൂടി നവരാത്രി പുള്ളോർ കുടമുള്ളിൽ നീർത്തി കണിക്കുന്ന പൂമണിക്കമ്മരണിഞ്ഞും പുളീരക്കര കസവും ഉണ്ടൊടുത്തും പുലരുന്നൊരു നാടൻ പെണ്ണായോ കണ്ണാടിച്ചില്ലകൾ തോൽക്കും നറുനീരിൻ തീരാമധുരം എള്ളോളം നുള്ളിയെടുത്തോട്ടെ ഞാൻ മാറോളം മുങ്ങി നിവർന്നോട്ടെ. ഈ പാട്ടൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ലിറിക്സ് കറക്റ്റ് ആണെന്ന് എനിക്കറിയില്ല. ലിറിക്സ് എപ്പോഴും തെറ്റിക്കലിന്റെ ഒരു സ്ഥിരം പരിപാടിയാണ്. തമിഴ് ഏതാണ് രാജാ സാറിന്റെ പാട്ട് നോക്കുകയാണെങ്കിൽ? രാജാ സാറിന് എനിക്ക് സുന്ദരി കണ്ണാല് ഭയങ്കര ഇഷ്ടം. ഓ, അതൊരു 4 വരി പാടൂ. സുന്ദരി കണ്ണാലൊരു சேதி சொல்லடி இந்நாள் நல்ல தேதி என்னையே தந்தேன் உனக்காக ஜன்மமே கொண்டேன் அதற்காக நான் உன்னை நீங்க மாட்டேன் நீங்கினால் தூங்க மாட்டேன் சேர்ந்ததே நம் ஜீவனே சுந்தரி கண்ணாலொரு சேதி சொல்லடி இந்நாள் நல்ல தேதி. അയ്യോ, അത് എന്താ പറയാ, എനിക്ക് ഒത്തിരി ഇഷ്ടമുള്ള അതെ, നിർത്താനും പറയാൻ തോന്നാത്തൊരു ഇങ്ങനത്തെ ചില പാട്ടുകൾ നമ്മൾ ലൈവ് പാടുമ്പോൾ നമ്മൾ വേറൊരു എന്തൊരു സ്ഥാനത്തിലേക്ക് ട്രോമയിലായി പോകും. അത് മൈൻഡ് ഭയങ്കര ഈ പാട്ട് ഞാൻ സരിഗമപ്പയില് പാടിയിട്ടുണ്ട്. വളരെ കോൺഫിഡൻ്റ് ആയിട്ട് നന്നായിട്ട് ഞങ്ങൾ പ്രാക്ടീസിൻ്റെ സമയത്തൊക്കെ പാടിക്കൊണ്ടിരുന്നു. പക്ഷെ ഇതൊരു ഓർക്കസ്ട്രേഷനൊക്കെ വേറൊരു രീതിയിലാണ് പുള്ളി ചെയ്ത് വെച്ചാൽ. അപ്പോൾ ഇതെല്ലാം കൂടി വന്നപ്പം ഒരു പുകയായി പോയി. പക്ഷെ നന്നായിട്ട് പാടിയില്ല എന്നല്ല, പക്ഷെ ഞാൻ ആഗ്രഹിച്ചാലേ ഞങ്ങൾക്ക് പറ്റുമായിരുന്ന അത്ര നന്നായിട്ട് പാടാൻ ആ പാട്ട് പറ്റിയില്ല. പക്ഷെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വന്ന പാട്ട് പാടി. ഇതുപോലെ എൻ്റെ മനസ്സിൽ നിൽക്കുന്ന ഒരു സാധനം മറ്റേ പഴം തമിഴ് പാട്ടിഴയും ശ്രുതിയിൽ പഴയൊരു തമ്പൊരു തേങ്ങി അതിന് സരസസുന്ദരി മണി നീ അലസമായി ഉറങ്ങിയോ കനവു നെയ്തൊരാത്മരാഗം മിഴികളിൽ കുളിർന്നു ഇരുളിൽ നിന്നും വഴുതി വീണു വിരഹമാർന്നൊരാതി താളം. ഈ പാട്ട് ഞങ്ങൾ ചെയ്തെന്ന് വെച്ചാൽ ആ തുടക്കത്തിൽ ടങ് 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 ഇതൊക്കെ ഇട്ടിട്ട് ഇതെല്ലാം അവിടെ വന്നപ്പോ എന്റെ കിളി പോയത്. എന്ന് വെച്ചാൽ നമുക്ക് ചില സമയത്ത് ചില പാട്ടുകൾ അങ്ങനെയാണ് നമ്മുടെ മൈൻഡ് മൊത്തത്തില് വേറെ സ്ഥലത്തേക്ക് പോകുന്നത്. മൂവി ഇപ്പൊ റീ റിലീസിങ് വന്നപ്പോഴും അന്നത്തെ അതേ ഇമ്പാക്റ്റ് ആണ് ഇപ്പോഴും ഓഡിയൻസ് ഫുൾ പാക്ക് ആയിട്ടാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. അതൊരു രക്ഷയില്ല. പിന്നെ ഒരു മുறை പാരായോ ആ സാധനമൊക്കെ കേൾക്കുമ്പോ അതാ രാഗത്തിന്റെ ആയിരിക്കും മേ ബി. പക്ഷെ അതെല്ലാം കൂടെ വരുമ്പോൾ അതാണ് ചില പാട്ടുകൾ അങ്ങനെ നമ്മുടെ കയ്യിൽ നിന്ന് നമ്മൾ വിചാരിക്കുമ്പോൾ നിൽക്കണമെന്നില്ല. പ്രത്യേകിച്ച് ലൈവായിട്ട് പാടും. റെക്കോർഡിങ്ങിൽ കുഴപ്പമില്ല. ഇപ്പൊ ലിബിൻ ഒരുപാട് ഡിവോഷണൽ സോങ്സ് പാടിയിട്ടുണ്ടല്ലോ. ലിബിൻ്റെതല്ലാത്ത ഏത് ഡിവോഷണൽ സോങ്സ് ആണ് മനസ്സിൽ ഇങ്ങനെ എന്താ പറയാ പാടാൻ ഇഷ്ടപ്പെട്ട ഡിവോഷണൽ സോങ് ഏതായിരിക്കും? ഒരുപാട് പാട്ടുകളുണ്ട്. ഇപ്പൊ എനിക്ക് ഇഷ്ടമുള്ള ഒരുപാട് ഹിന്ദു ഭക്തിഗാനങ്ങളും ക്രിസ്ത്യൻ ഭക്തിഗാനങ്ങളും മുസ്ലിം ഭക്തി എല്ലാ മതത്തിലും പെട്ട പാട്ടുകൾ എനിക്ക് പാട്ട് കേൾക്കുന്നതിന് ഇപ്പൊ എന്താ പാട്ടല്ലേ. ഇപ്പൊ എല്ലാ മതങ്ങളുടെയും ബേസിക് ആയിട്ടുള്ള ഉദ്ദേശം എന്ന് പറയുന്നത് മനുഷ്യന്റെ നന്മയാണ്. അപ്പൊ പിന്നെ നമ്മളാണ് അതൊക്കെ തിന്മയാക്കി മാറ്റുന്നത്. അപ്പൊ എന്തായാലും പാട്ടെന്ന് വെച്ചാൽ എനിക്ക് ഒരുപാട് പാട്ടുകൾ ഇഷ്ടമാണ്. അതിനകത്ത് പ്രത്യേകിച്ച് ദാസേട്ടന്റെ പാട്ടുകൾ എനിക്ക് ഒത്തിരി ഇഷ്ടമാണ് കേൾക്കാൻ. പക്ഷെ ക്രിസ്ത്യൻ ഡിവോഷണൽ മ്യൂസിക്കിലെ എന്നോട് ചോദിക്കുകയാണ് ഏറ്റവും ഒരു എന്താ പറയുക മുമ്പിൽ നിൽക്കുന്ന ഗായകനല്ല, ഏറ്റവും മനസ്സിലേക്ക് പെട്ടെന്ന് വരുന്ന ഗായകനെന്ന് വെച്ചാൽ കെസ്റ്ററാണ് എന്നെ സംബന്ധിച്ചിടത്തോളം. പക്ഷെ ഒരു ആസ് എ ഹോൾ എല്ലാ ഡിവോഷണൽ ജോണർ എടുത്ത് നോക്കി കഴിയുമ്പോൾ എനിക്ക് ഏറ്റവും ഇഷ്ടമായെന്ന് വെച്ചാൽ അത് തീർച്ചയായിട്ടും ദാസേട്ടൻ തന്നെയാണ്. അപ്പോൾ ദാസേട്ടൻ്റെ പാട്ടുകളിൽ ഞാൻ ലൈവായിട്ടൊരു പ്രാവശ്യം, അതായത്
ഞാൻ ഈ നിർമ്മല കോളേജിൽ പഠിക്കുന്ന സമയത്ത് അവിടെ ഒരു ചാനലിൻ്റെ ഉദ്ഘാടനത്തിന് ദാസേട്ടൻ വന്നു. അപ്പോൾ അതൊരു അനുഭവമാണ്. അതായത് അന്ന് ദാസേട്ടന് മുമ്പിൽ അവിടുത്തെ പ്രെയർ സോങ് പാടാനായിട്ട് എനിക്കൊരു അവസരം കിട്ടി. അപ്പോൾ ഞാനന്ന് പാടിയ പാട്ട് പോലും ഓർക്കുന്നില്ല സത്യം പറഞ്ഞാൽ. അപ്പോൾ ആലോചിക്കായിരുന്നു എന്ന് ഏത് പാട്ടാണ് പാടിയത്. അപ്പോൾ അതിൻ്റെ ഒരു ഫോട്ടോ ഒക്കെ എൻ്റെ വീട്ടിലിരിപ്പുണ്ട്. അപ്പോൾ ആ പാട്ട് പാടുന്ന സമയത്ത് ഞാൻ ആദ്യം പാടി തുടങ്ങിയ സമയത്ത് ഇൻസ്ട്രുമെന്റ്സിന്റെ ലെവൽ കൂടുതലായിരുന്നു, ലൈവ് ഓർക്കസ്ട്ര ആയിരുന്നു. അപ്പൊ എല്ലാവരും ദാസേട്ടനടക്കം എഴുന്നേറ്റ് നിൽക്കുക. അപ്പോൾ ഞാൻ ഫ്രണ്ടിൽ നിന്ന് പാടുന്നു, ദാസേട്ടൻ്റെ ഫ്രണ്ടിൽ നിന്ന് ഞാൻ പാടുന്നു. അപ്പോൾ ഞാൻ അതുകൊണ്ട് വീഡിയോ കണ്ടപ്പോഴാണ് ഞാൻ ഒരു കാര്യം ശ്രദ്ധിച്ചത്. പെട്ടെന്ന് ഒരു ആദ്യത്തെ ഒരു പല്ലവി പാടി തീരുമ്പോഴത്തേക്കും സൗണ്ട് എല്ലാം റെഡിയായി, വളരെ സൂത്തിങ് ആയി, കേൾക്കാനും പാടാനും നല്ല സുഖം. അപ്പം നമുക്കിതറിയില്ല, നമ്മൾ നേരെ നോക്കി നിന്ന് പാടി. എന്നിട്ട് ഞാൻ എൻ്റെ വീഡിയോ കണ്ടപ്പോഴാണ് ഞാനൊരു കാര്യം ശ്രദ്ധിച്ചത്. അതായത് ദാസേട്ടൻ പുറകോട്ട് തിരിഞ്ഞിട്ട് ഇത് കുറയ്ക്കുക, അത് കുറയ്ക്കുക, ഇത് കുറയ്ക്കുക എന്ന് പറഞ്ഞ് അതെല്ലാം കറക്റ്റ് ബാലൻസ് ചെയ്യിപ്പിച്ചു ആ സമയം കൊണ്ട് ദാസേട്ടൻ തന്നെ. അപ്പൊ ദാസേട്ടൻ ഇപ്പൊ എന്റെ പാട്ട് ബാലൻസ് ചെയ്യിപ്പിക്കേണ്ട വല്ല ആവശ്യമാണ്. പക്ഷെ അത് അദ്ദേഹം അത്രയും ഒരു ട്രൂ മ്യൂസീഷ്യൻ ആയതുകൊണ്ട് അദ്ദേഹം ചെയ്തതാണ്. അപ്പൊ അന്ന് അവിടെ അദ്ദേഹം ഒരു പാട്ട് പാടി, കുറച്ച് പാട്ടുകൾ പാടി. അതിനകത്ത് സത്യം പറഞ്ഞാൽ നമ്മുടെ രോമം എഴുന്നേറ്റ് നിൽക്കാന്ന് പറയില്ല, അതുപോലെ എനിക്ക് ഫീൽ ചെയ്ത ഒരു പാട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ പാടാൻ കൊടുത്ത മൈക്കിലൊന്നുമില്ല, പ്രസംഗിക്കാൻ വേണ്ടി അവിടെ വെച്ചിരിക്കുന്ന മൈക്കിൽ അദ്ദേഹം പാടുന്നത്. ഒരു ഇത്ര ഡിസ്റ്റൻസ് ഉണ്ട് ആ മൈക്കിൻ്റെ അടുത്ത് നിന്ന്. എന്നിട്ട് പാടുന്നത് വരുന്നത് കിൻഡൽ കണക്കിനാണ് ശബ്ദം ഇങ്ങോട്ട് വരുന്നത്. അപ്പോൾ അന്ന് ആ പാട്ട്, അതുവരെ ഞാൻ ആ പാട്ട് അങ്ങനെ അധികം ശ്രദ്ധിച്ചിട്ടുണ്ടല്ലോ, പക്ഷെ അന്ന് ആ പാട്ട് കേട്ടതിന് ശേഷം ഞാൻ ഒരുപാട് സ്ഥലങ്ങളിൽ ആ പാട്ട് പാടിയിരുന്നു. എനിക്ക് ഒത്തിരി ഇഷ്ടമുള്ള പാട്ടാണ്. ദൈവസ്നേഹം വർണ്ണിച്ച വാക്കുകൾ പോരാ, പിന്നെ എനിക്ക് ഒത്തിരി ഇഷ്ടമുള്ള പാട്ടാണ്. പിന്നെ അതിന്റെ വരികളും ഭയങ്കര അർത്ഥവത്തായിട്ട്, പിന്നെ തീർച്ചയായിട്ടും സ്വന്തമായ ഒന്നുമില്ല സർവ്വം നിന്ദാനം, അതുപോലെ ആത്മം നഷ്ടമായാൽ എന്ത് കാര്യമുണ്ട്, മനുഷ്യൻ എന്ന് പറഞ്ഞ ഒരു ശരിക്കും പറഞ്ഞ ഒരു പൂവിന്റെ അത്രയും കൊഴിഞ്ഞു പോയി കഴിഞ്ഞാൽ പിന്നെ ഭംഗിയില്ല, ഒന്നുമില്ല. അപ്പൊ വളരെ നന്നായിട്ടത് പറഞ്ഞു തരുന്നത്. പക്ഷെ നമ്മളിത് ആരും നമ്മുടെ ലൈഫിൽ ചിന്തിക്കില്ല എന്നുള്ളതാണ് സത്യം. അപ്പൊ അങ്ങനത്തെ ഒരു പാട്ടാണ്. അപ്പൊ ആ പാട്ട് എനിക്ക് ഒത്തിരി ഇഷ്ടമാണ്. അപ്പൊ ആ പാട്ട് ഞാൻ രണ്ടുപേരും പാടിത്തരാം. ദൈവസ്നേഹം വർണ്ണിച്ചിടാൻ വാക്കുകൾ പോരാ, നന്ദി ചൊല്ലിത്തീർക്കുവാനേ ജീവിതം പോരാ, കഷ്ടപ്പാടിൻ കാലങ്ങളിൽ രക്ഷിക്കുന്ന സ്നേഹമോർത്താൽ എത്ര സ്തുതിച്ചാലും മതി വരുമോ, ദൈവസ്നേഹം വർണ്ണിച്ചിടാൻ വാക്കുകൾ പോരാ. ഈ പാട്ട് എത്ര കേട്ടാലും എന്താ പറയാ, വാക്കുകൾ പോരാ അതിനെ അഭിനന്ദിക്കാൻ സത്യം പറഞ്ഞ. അപ്പൊ എന്താണെങ്കിലും ലിബിൻ ഒരുപാട് തിരക്കുകൾക്കിടയിൽ വന്ന് ഇത്ര നമ്മൾ ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കാൻ, നമ്മൾ ആദ്യമായിട്ടാണ് നേരിട്ട് കാണുന്നത്. സംസാരിച്ചു തുടങ്ങിയപ്പോൾ അങ്ങനെ തോന്നില്ല. അതെ, എനിക്ക് അത് ഒരുപാട് കാര്യങ്ങൾ ലിബിൻ പറഞ്ഞപ്പോൾ ഇതൊരു ഇന്റർവ്യൂ ആണെന്നുള്ളൊരു ഫീലേ ഉണ്ടായിട്ടില്ല. കുറേ കാര്യങ്ങൾ എനിക്ക് മനസ്സിലാക്കാനും പറ്റി, ലിബിന്റെ പുതിയ വിശേഷങ്ങളും എല്ലാം അറിയാനും പറ്റി. ഇത് ജസ്റ്റ് ഒരു ചിറ്റൻ ചാറ്റ് പോലത്തെ ഒരു അങ്ങനത്തെ ഒരു ഫീലാണ് എനിക്കും കിട്ടുന്നത്. അതിന് വളരെ താങ്ക്സ് ലിബിനോട്. അതിന് താങ്ക്സ് പറയുന്നത്. എന്നോട് ഇങ്ങനെ ഒരു ഇന്റർവ്യൂ അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു രീതിയിൽ ചെയ്യാന്ന് പറഞ്ഞപ്പോ എനിക്ക് എങ്ങനെയാണെന്ന് അറിയില്ലായിരുന്നു. പക്ഷെ ഞാൻ ഒട്ടും പ്രിപ്പയർഡും അല്ലായിരുന്നു. പെട്ടെന്ന് നമ്മള് ഒന്നും എനിക്ക് തോന്നുന്നു പ്രിപ്പയർ ചെയ്യാത്ത കാര്യങ്ങളാണ് കുറച്ചും കൂടെ എന്താ പറയാ സിമ്പിൾ ആയിട്ട് പോവാ. ഓക്കെ ലിബിൻ, താങ്ക് യു സോ മച്ച്. ഇത്രയും ബിസി ഷെഡ്യൂളിൽ ഇവിടെ വന്ന് ഞങ്ങൾക്ക് വേണ്ടി സമയം ചെലവഴിച്ചതിന് ഒരുപാട് നന്ദി. ഒരുപാട് നല്ല നല്ല പാട്ടുകൾ ഇനിയും ദൈവം സഹിച്ചിട്ട് ലിബിനെ പാടാൻ സാധിക്കട്ടെ. വിഷിംഗ് യു ഓൾ ദി വെരി ബെസ്റ്റ് ഫോർ ഓൾ യുവർ അപ്കമിംഗ് പ്രൊജക്ട്സ്. താങ്ക് യു സോ മച്ച്. താങ്ക് യു.